സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വായനയാണ് ലഹരി എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് വായനാശീലം. വായനാശീലത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ PN പണിക്കരെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് മുന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ പ്രശസ്തമാണല്ലോ. എന്നാൽ ഇന്ന് ഒരുപാട് കുട്ടികളും മുതിർന്നവരും വിവിധ തരം ലഹരി കടിമപ്പെട്ടു വരികയാണ്. മദ്യവും ലഹരിയും കുട്ടികൾക്കിടയിൽ പോലും സ്ഥാനം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളെ വേണ്ടെന്ന് പറയാനും ഇല്ലാതാക്കാനും നമുക്ക് കഴിയണം. പകരം വായന ഒരു ലഹരിയായി മാറ്റണം. നമുക്ക് തുടങ്ങാം. ചെറിയ ചെറിയ കഥകളിലൂടെയും ചെറു കവിതകളിലൂടെയും നിറയട്ടെ വായനയുടെ വസന്തം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക, വായന ഒരു ശീലമാക്കി മാറ്റാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുഞ്ഞു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.